ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുർത്തി കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആയിട്ടാണ്. പുതിയൊരു നെക്ക് പാറ്റേൺ ആണ് ഞാൻ ഈ ഒരു കുർത്തിയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ടു നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 2.5 മീറ്റർ തുണിയും അതിനുള്ള ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുർത്തി കട്ട് ചെയ്യാൻ നമ്മൾ തുണീനെ ഇതുപോലെ 4ആക്കി മടക്കാം. ഇവിടെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് മാർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഷോൾഡർ എത്രയാണ് അത് മാർക്ക് ചെയ്യാം. ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നത് 7 ഇഞ്ചാണ്. നെക്കിൻ്റെ വീതി 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. കൈക്കുഴീൻ്റെ ഇറക്കെടുക്കുന്നത് 7 ഇഞ്ചാണ്. അത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് ഹാം ഹോൾ മാർക്ക് ചെയ്യുമ്പോൾ പുറത്തേക്ക് ഒരു 1/2 ഇഞ്ചും പുറത്തേക്ക് എടുത്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യാം. നെക്കിന് ലെങ്ത് കൊടുക്കുന്നത് 5 ഇഞ്ചാണ്. അടുത്തത് ചെസ്റ്റ് റൗണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൻ്റെ 4 എടുക്കുക. ഞാൻ ഇവിടെ 9.5 ഇഞ്ച് മാർക്ക് ചെയ്തു. പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം. ഇനി മുകളിൽ നിന്ന് ഒരു 14.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഷേപ്പിൻ്റെ വീതി കൊടുക്കാനാണ്. ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നത് 8.5 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ 2 പോയിൻറ്റ്സ് കിട്ടി. ഇനി ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക. സ്ലിറ്റിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത് 21.5 ഇഞ്ചാണ്. അവിടെ മാർക്ക് ചെയ്യുക. ഇനി അവിടുത്തെ വണ്ണം, അതായത് ഹിപ്പ് റൗണ്ടിൻ്റെ വണ്ണം എത്രയാണ് അതിൻ്റെ 4 എടുക്കുക. ഞാനിവിടെ 9.25 ഇഞ്ചാണ് എടുക്കുന്നത്. മാർക്ക് ചെയ്യുക. ഇനി ഈ 3 പോയിൻറ്റ്സ് ഉണ്ടല്ലോ, അത് ഇതുപോലെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇവിടെ കുർത്തീൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 43 ഇഞ്ചാണ്. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് താഴെ മടക്കി തയ്ക്കാൻ എടുക്കാം. ഇനി നമുക്ക് താഴേക്ക് ആ കുർത്തിയുടെ ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ്. അപ്പം അതിന് ആദ്യം നമ്മൾ താഴത്തെ വീതി എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പം ഞാൻ ഇവിടെ എടുക്കുന്നത് 22 ഇഞ്ചാണ്. അപ്പം അതിൻ്റെ പകുതി 11 ഇഞ്ച്. അതാണ് സാധാരണ നോർമലായിട്ട് നമ്മൾ എടുക്കാറ്. ഇനി ഇവിടെ നിന്ന് ഇതിലേക്ക് ജോയിൻ ചെയ്യാം. അതിനുശേഷം തയ്യൽ തുമ്പ് അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിന് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് ഫ്രണ്ട് ഭാഗം, ഇത് ബാക്ക് വശമാണ്. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട് നെക്കിൽ ഞാൻ ഇതുപോലെ ഒരു പിൻടക്ക് ചെയ്ത പീസാണ് വെക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു തുണി എടുത്തിട്ട് ഇതുപോലെ ഓരോ ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. ഈ മാർക്ക് ചെയ്തേക്കണ ലൈൻസിൽ നിന്ന് നമ്മൾ ഇതിന് തുണീന് ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫുള്ളും ഞാൻ ഇതുപോലെ വരച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ തുണീനെ മടക്കുക. എന്നിട്ട് നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അരികത്തോടെ. അങ്ങനെ എല്ലാം ആ മാർക്ക് ചെയ്ത ലൈൻസ് എല്ലാം ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഫുൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എടുത്തിരുന്ന തുണി ഇച്ചിരിയും കൂടിയും ചെറുതായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ എപ്പോഴും വീതിയുള്ള തുണി എടുക്കുക. അപ്പം കാരണം നമ്മളിത് ചെറുതായി വരുന്നതുകൊണ്ടാണ്. ഇനി നമുക്കിതിൽ നെക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഫോൾഡ് ചെയ്യാൻ കുറച്ച് പാടുണ്ടാവും. അപ്പോൾ അതൊന്ന് തയ്ച്ചിട്ട് നിങ്ങൾ അതൊന്ന് ചെയ്യാം. ഇതുപോലെ 2ആക്കി മടക്കിയിട്ട് നെക്കിൻ്റെ വീതിയും ലെങ്ത്തും നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വീതി വരുന്നത് 5.5 ഇഞ്ചാണ്. ലെങ്ത്ത് ഞാൻ ഒരു 11.5 ഇഞ്ചിലാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു പീസ് എത്ര ലെങ്ത്ത് വേണമെന്ന് നിങ്ങൾ ആദ്യം നിശ്ചയിച്ചിട്ട് അതിൻ്റെ ലെങ്ത്തും വീതിയും മാർക്ക് ചെയ്യാം. ഇനി താഴത്തെ ഇവിടുത്തെ വീതി ഞാൻ എടുക്കുന്നത് 3 ഇഞ്ചാണ്. അതിവിടെ മാർക്ക് ചെയ്യാം. 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കാം. നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത പോയിൻ്റ് ഉണ്ടല്ലോ, അതും ഈ ഒരു പോയിൻ്റായിട്ട് ഇതുപോലെ ചരിച്ചിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പാണ് ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ വരുന്നത്. നിങ്ങൾക്കിപ്പോൾ സ്ക്വയർ ഷേപ്പ് മതി, അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്.
അപ്പോൾ ഈ ഒരു ഷേപ്പാണ് ആ ഒരു പിൻടെക്കിന് ഞാൻ കൊടുക്കുന്നത്. ഇനി നമുക്കിവിടെ ആ നെക്കിൻ്റെ ലെങ്ത്താണ് ഇനി മാർക്ക് ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ ലൈനിങ് പീസ് ഫ്രണ്ട് ഭാഗത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ നെക്കിൻ്റെ വീതി 3 ഇഞ്ചാണ്. അത് മാർക്ക് ചെയ്യുക. 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ ഞാൻ യു ഷേപ്പ് വന്നിട്ട് താഴെ ഒരു വി കട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് 6.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി അവിടെ നിന്ന് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെയാണ് ആ വി കട്ട് കൊടുക്കുന്നത്. മുകളിൽ നിന്ന് ഇവിടേക്കുള്ള ലെങ്ത്ത് 4.5 ഇഞ്ചാണ്. അതിവിടെ മാർക്ക് ചെയ്യുക. ഇതുപോലെ യു ഷേപ്പ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് വി ഷേപ്പ് കൊടുക്കുക. ഇനി ഈ പിൻടെക്ക് ചെയ്ത ഭാഗത്ത് നമ്മളൊരു പൈപ്പിംഗ് പോലെ കൊടുത്തിട്ടാണത് കുർത്തിയിൽ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു പ്ലെയിൻ ലൈനിങ് പീസ് എടുത്തിട്ടുണ്ട്. അതിന് ഇതുപോലെ ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എല്ലാ അരികത്തും ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആ ബ്ലാക്ക് പീസിനെ ഇതുപോലെ നല്ല വശത്തേക്ക് ഇതുപോലെ തിരിച്ചിടാം. മൂന്ന് സൈഡിലും ഇതുപോലെ തന്നെ തിരിച്ചിട്ടിട്ട് ഉള്ളിലായിട്ട് ഞാൻ റോങ് സൈഡായിട്ട് ആ പീസ് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് അടിച്ചു പോവാം. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ഷേപ്പിൽ കിട്ടും. ഇല്ലെങ്കിൽ നമ്മളിത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് ആ ഒരു പീസിനെ ആ പിൻടെക്ക് ചെയ്ത പീസിനെ മടക്കിയിട്ട് വേണ്ടി വരും നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ അതിനേക്കാളും ഏറ്റവും എളുപ്പം നമ്മൾ ഇതുപോലെ ഒരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണതാണ്. ഇനി ഇതിന് ഇതുപോലെ അതിൻ്റെ മിഡിലായിട്ട് ആ ഒരു പീസ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ചുറ്റും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ നെക്കിൻ്റെ ഭാഗമാണ് കട്ട് ചെയ്യാനുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മുന്നേ കട്ട് ചെയ്ത ലൈനിങ് പീസ് വെച്ച് കൊടുക്കുക. അതായത് തുണിയുടെ നല്ല വശത്ത് വേണം ലൈനിങ് പീസ് വയ്ക്കേണ്ടത്. നെക്ക് ഇതുപോലെ ചുറ്റും അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ ചുറ്റും അടിച്ചു. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ലൈനിങ് പീസിനെ റോങ് സൈഡിലേക്ക് തിരിച്ചിടാണ്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം. അപ്പോൾ അതിൻ്റെ നെക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺട്രാസ്റ്റ് കളേഴ്സ് ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാം. ഇത് ബാക്ക് പീസാണ്. ഇനി ഇതിൻ്റെ നല്ല വശത്ത് ലൈനിങ് ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നെക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് ചീത്ത വശത്തേക്ക് മറിച്ചിടാം. ഈ ഷോൾഡർ ജോയിൻ ചെയ്യാൻ ഫ്രണ്ട് ഭാഗത്തിൻ്റെ നല്ല വശവും ബാക്ക് പീസിൻ്റെ നല്ല വശവും ചേർത്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി സ്ലീവും കൂടി അറ്റാച്ച് ചെയ്ത് സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്തതിന് നമ്മുടെ കുർത്തി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുർത്തി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് അതിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത്. നമ്മുടെ കയ്യിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള തുണികളുണ്ടെങ്കിൽ ഇതുപോലെ പിൻടെക്ക് ചെയ്തിട്ട് ഈ നെക്ക് അതുപോലെ യു ഷേപ്പിൽ കട്ട് ചെയ്തതിന് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.